മുത്തശ്ശി. നീ എന്തിനിപ്പോ വന്നിനി പുഴൂല മേലേന്ന്? എൻ്റെ ഓർമ്മയിൽ മുത്തശ്ശിക്ക് ഒരൊറ്റ രൂപമേയുള്ളൂ. കയ്യിൽ എപ്പോഴും ഒരു പണിയുണ്ടാകും. ഒന്നുകിൽ അടുക്കളയിലെ പുകയ്ക്കിടയിൽ, അല്ലെങ്കിൽ പറമ്പിലെ ചെടികൾക്കിടയിൽ. വിശ്രമം എന്ന വാക്ക് മുത്തശ്ശിയുടെ നിഘണ്ടുവിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പണിയെടുത്തു തഴമ്പിച്ച ആ കൈകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സ്നേഹത്തിൻ്റെ മണമാണ്. ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും എൻ്റെ ചെറിയ പരിഭവങ്ങൾ കേട്ടിരിക്കാനാണ് മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം. തളരാത്ത ഈ നടത്തവും പണിയും കാണുമ്പോൾ എനിക്ക് തോന്നും, ഈ വീടിൻ്റെ അദൃശ്യമായ തൂണാണ് എൻ്റെ മുത്തശ്ശിയെന്ന്. ഒന്നും പ്രതീക്ഷിക്കാതെ മടുപ്പില്ലാതെ പണിയെടുക്കുന്ന മുത്തശ്ശി എൻ്റെ വലിയ അത്ഭുതമാണ്. അതാ കണ്ടുവോ ആ വാഴക്കൂമ്പിൽ ചെറിയ ചെറിയ പക്ഷികൾ? വൈകിട്ടാകുമ്പോൾ വാതിലുകളും വന്ന് തേൻ കുടിക്കാൻ വരും. വാതിലോ മുത്തശ്ശി? വാതിലെന്ന് പറഞ്ഞാൽ വവ്വാലെന്ന് പറയും. ഇതാ പടികൾ മെല്ലെ മെല്ലെ ചവിട്ടിയിട്ട് കയറണം. ഇതേത് സ്ഥലം മുത്തശ്ശി? ഇത് പഴയ ഒരു തറവാട്. ഇവിടെയെല്ലാം എലിയും പെരിച്ചാഴിയെല്ലാം ധാരാളം ഉണ്ടാകും. ഇപ്പോഴും ഉണ്ടാകും. പഴയ തറവാടല്ലേ. മുത്തശ്ശി ഒരു വിജ്ഞാന കോശമാണ്. ഏത് അസുഖത്തിന് എന്ത് പച്ചില മരുന്ന് വേണമെന്നോ പണ്ട് നടന്ന കാര്യങ്ങളോ ഒക്കെ മുത്തശ്ശിയുടെ നാവിലുണ്ട്. ഗൂഗിളിന് പോലും പറഞ്ഞു തരാൻ പറ്റാത്ത എത്രയോ നാട്ടുവിശേഷങ്ങൾ. എന്താ കുട്ടിയെ, ഇങ്ങനെ ഫോണും കുത്തി പിടിച്ചോണ്ടിരുന്നാ മതിയോ? കണ്ണിന് തകരാറ് വരും. എന്തെല്ലാം പണിയുണ്ട് കിടക്കുന്നു. ഇവിടെയെല്ലാം എന്തെല്ലാം നിധികളുണ്ട് എന്ന് നോക്കണം. മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, ഈ പഴയ തറവാടിന്റെ ഏതോ കോണിൽ വലിയൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. എൻ്റെ കണ്ണുകൾ ഓരോ വിടവിലും ആ നിധി തേടിക്കൊണ്ടിരുന്നു. കാലത്തിന്റെ പൊടിപടലങ്ങൾ മൂടിക്കിടക്കുന്ന ആ പഴയ മച്ചിൻ പുറത്തേക്ക് ഞാൻ ഒന്നുകൂടെ ചെന്നു. ഇരുട്ടിൽ തപ്പിത്തടയുന്നതിനിടയിലാണ് തുരുമ്പിച്ച പൂട്ടുള്ള ആ പഴയ മരപ്പെട്ടി എൻ്റെ കയ്യിൽ തടഞ്ഞത്. ശ്വാസം അടക്കി പിടിച്ച് ഞാനത് തുറന്നു. മുത്തശ്ശി പറഞ്ഞ നിധി ഇതായിരുന്നു. മണ്ണിൽ കുഴിച്ചിട്ട പൊന്നല്ല, മറിച്ച് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ കുഞ്ഞു വെളിച്ചങ്ങൾ. ആ പെൺകുട്ടി ഡയറിയിൽ കുറിച്ചു വെച്ച ആ പഴയ ലോകം കണ്ടെത്താനുള്ള ആവേശത്തിലായി പിന്നീട് ഞാൻ. ഇന്ന് രാത്രി പറമ്പിലാകെ നക്ഷത്രങ്ങൾ വിരിഞ്ഞതുപോലെ തോന്നി. എത്രയെത്ര മിന്നാമിനുങ്ങുകൾ! അത്താഴം കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുമ്പോൾ പ്ലാവിലും മാവിൻ ചുവട്ടിലും ആയിരക്കണക്കിന് കുഞ്ഞു വെളിച്ചങ്ങൾ മിന്നിത്തെളിയുന്നു. കൈക്കുമ്പിളിൽ ഒന്നിനെ ഒതുക്കി പിടിച്ചപ്പോൾ വിരലുകൾക്കിടയിലൂടെ അത് മെല്ലെ പറന്നുപോയി. നാട്ടിൽ കറണ്ട് വരുമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. വെളിച്ചം വന്നാൽ പിന്നെ മിന്നാമിനുങ്ങുകൾ വരുമോ ആവോ. ഈ കുഞ്ഞു വെട്ടം നോക്കിയിരിക്കാൻ എന്ത് രസാ! സുമയോട് ഇതൊക്കെ പറയണം. ഇന്ന് കണ്ട കാഴ്ചകൾ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഈ രാത്രി കാണുന്ന മിന്നാമിനുങ്ങ് ലബൂബു ആണോ? ഈ മിന്നാമിനുങ്ങ് എന്ന് വെച്ചാൽ എന്താന്ന് എനക്കറിയില്ല. മുത്തശ്ശിയോട് തന്നെ ചോദിക്കണം. നിന്റെ മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും അറിയോ? എൻ്റെ മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും അറിയും. നിന്റെ മുത്തശ്ശി എന്താ ഗൂഗിളാ? എൻ്റെ മുത്തശ്ശിക്ക് ഗൂഗിളിനെക്കാളും അറിയും. ഇന്ന് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകും. മുത്തശ്ശിയോട് നേരിട്ട് തന്നെ ചോദിക്കാം. അതൊരു നിധി തന്നെയായിരുന്നു. പക്ഷേ സ്വർണത്തിൻ്റെതല്ല, പ്രകാശത്തിൻ്റേത്. രാവേറെയാകുമ്പോൾ പറമ്പിലെ മരങ്ങൾക്കിടയിൽ മിന്നിമറിയുന്ന മിന്നാമിനുങ്ങുകളെ കുറിച്ചായിരുന്നു അതിൽ എഴുതിയിരുന്നത്. രാത്രിയെ പകലാക്കുന്ന 1000 മിന്നാമിനുങ്ങുകൾ ഈ തറവാടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്നു അത്രേ. മിന്നാമിനുങ്ങിനെ കുറിച്ച് നമുക്കൂടി പറഞ്ഞുതരോ? മുത്തശ്ശിയോട് വെച്ചിട്ട് ഞാൻ വിശദമായി പറഞ്ഞുതരാം. മുത്തശ്ശി, ഈ മിന്നാമിനുങ്ങ് എന്ന് വെച്ചാൽ എന്താ?
മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ലേ? രാത്രികാലങ്ങളിൽ മിന്നി മിന്നി പറക്കുന്ന ചെറുജീവികൾ. നാളെ നിനക്ക് ഞാനത് കാണിച്ചു തരാം, കൂടുതലറിയാൻ. പണ്ട് നിൻ്റെല്ലാം പ്രായത്തിൽ ഇവിടെയെല്ലാം ഒരുപാട് മിന്നാമിനുങ്ങളുണ്ടാവും. ചൂട്ട് കത്തിച്ച പോലെ ഉണ്ടാവും. മുത്തശ്ശി, ഈ മിന്നാമിനുങ്ങൾക്ക് നമ്മുടെ വെളിച്ചം ഇഷ്ടാവോ? മിന്നാമിനുങ്ങൾക്ക് ശുദ്ധമായ വായുവും വെള്ളവും വേണം. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചതുകൊണ്ട് അവർക്കിന്ന് ജീവിക്കാൻ പറ്റാതായി. അപ്പോൾ എനിക്ക് ആ മായാലോകം ഒരിക്കലും കാണാൻ പറ്റില്ലേ മുത്തശ്ശി? കാണാൻ പറ്റും മോളെ. പ്രകൃതിയിലെ മരങ്ങളും പുഴകളും സംരക്ഷിച്ചാൽ നമുക്ക് ആ മായാലോകം കാണാൻ പറ്റും. ഈ ലോകത്തെ നമ്മൾ ചേർത്ത് പിടിച്ചു നിർത്തിയാൽ മതി. അപ്പോൾ അവർ തിരിച്ചു വരും. ഈ മിന്നാമിനുങ്ങുകളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പഠിക്കും. എന്നിട്ട് അവയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. മിന്നാമിനുങ്ങുകൾ വെറുമൊരു കാഴ്ചയല്ല, അവ പ്രകൃതിയുടെ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്. കീടനാശിനികളും അമിതമായ നഗരവൽക്കരണവും ആ കൊച്ചു ജീവനുകളെ നിശബ്ദമാക്കി കഴിഞ്ഞു. ഇനിയെങ്കിലും നാം ഉണർന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന രാത്രികളിൽ മിന്നാമിനുങ്ങുകൾ നമുക്കൊരു മുത്തശ്ശിക്കഥയിലെ ഓർമ്മ മാത്രമായി മാറും. പ്രകൃതിയെ സംരക്ഷിക്കൂ, ആ കുഞ്ഞു വെളിച്ചങ്ങളെ തിരികെ കൊണ്ടുവരും.